നമ്മൾ സിമ്പിൾ ലിപ്പിഡ് കണ്ടു, പിന്നെ എന്താ കണ്ടത്? കോമ്പൗണ്ട് ലിപ്പിഡ് കണ്ടു. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ലിപ്പിഡ് ആണ്. ഓക്കെ, അപ്പം ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് പറയുന്ന കമ്പോണന്റിൽ നമ്മൾ 4 വീഡിയോ ആണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ വീഡിയോയിൽ, അതായത് ഈ കറണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഡിറൈവ്ഡ് ലിപ്പിഡിന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ആണ്. പിന്നെ നമ്മൾക്ക് 3 ഡിറൈവ്ഡ് ലിപ്പിഡിനെ കുറിച്ചാണ് സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലൊന്ന് കൊളസ്ട്രോൾ ആണ്, രണ്ടാമത്തത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്, മൂന്നാമത്തത് നമ്മുടെ സിമ്പിൾ ലിപ്പിഡിന്റെ കേസിൽ പഠിച്ച അതേ മോളിക്യൂള് ഫാറ്റി ആസിഡ് ആണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയും കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും പ്രോസ്റ്റാഗ്ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ ഈ പറയുന്ന ഫാറ്റി ആസിഡിന്റെ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ 4 വീഡിയോ ചേർന്നിട്ടായിരിക്കും ഈ ഡിറൈവ്ഡ് ലിപ്പിഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ജനറൽ ഔട്ട്ലൈൻ ഓഫ് ഡിറൈവ്ഡ് ലിപ്പിഡ് ആണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. സോ എന്താ ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഉള്ള സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ലിപ്പിഡിൽ നിന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഡിറൈവ് ചെയ്തെടുക്കുന്ന ലിപ്പിഡിനെയാണ് കോമ്പൗണ്ട് ലിപ്പിഡ് ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ ലിപ്പിഡിൻ്റെയോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ലിപ്പിഡിൻ്റെയോ ഒരു കോമൺ സ്ട്രക്ചറൽ പ്ലാറ്റ്ഫോം ഈ പറയുന്ന ഡിറൈവ്ഡ് ലിപ്പിഡിന് ഉണ്ടാവില്ല. അതേസമയം അതിൻ്റെ ഹൈഡ്രോഫോബിക് നേച്ചർ അങ്ങനെയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആർ ഡെറിവേറ്റീവ്സ് ഫോംഡ് ബൈ ദി ഹൈഡ്രോലൈസിസ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ലിപ്പിഡ്. വെറും ഹൈഡ്രോലൈസിസ് ഇല്ല, അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, എന്നിട്ടാണ് ഡിറൈവ്ഡ് ലിപ്പിഡിലേക്ക് അത് പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രൈഗ്ലിസറൈഡ് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? ഗ്ലിസറോൾ കിട്ടും, ഫാറ്റി ആസിഡ്സ് കിട്ടും, അല്ലേ? അപ്പം അതും എന്താണ് ഡിറൈവ്ഡ് ലിപ്പിഡിൽ വരുന്നത്. നമ്മൾ സിമ്പിൾ ലിപ്പിഡിൽ ഓൾറെഡി കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ സിമ്പിൾ ലിപ്പിഡായിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡൈജസ്റ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലും നമുക്ക് പെടുത്താം. ക്ലിയർ ആണല്ലോ? ഇനി അതിൽ നിന്ന് വീണ്ടും റിയാക്ഷൻ നടന്നുണ്ടാവുന്ന മോളിക്യൂൾസ് ആണ് ഈ സ്റ്റിറോയിഡ്സ്, ടെർപിനോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫാറ്റി ആൽഡിഹൈഡ്സ്, കീറ്റോൺ ബോഡീസ്, മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ്, ഹൈഡ്രോകാർബൺസ്, ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസ് ലൈക്ക് ADE, okay, and then hormones etc. will be derived lipid category. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്തേ കൃത്യമായിട്ട് പഠിക്കാനുള്ളൂ? ഒന്ന് ഐസോപ്രിനോയിഡ്സ്, ടെർപിനോയിഡ്സ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് വരുന്ന കാറ്റഗറിയിൽ. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത് എയ്ക്കോസെനോയിഡ്സ് ആണ്. അപ്പം ഈ ഒരു എല്ലാ മോളിക്യൂളിനെയും നമ്മൾ ഒന്നിച്ച് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ 2 ഗ്രൂപ്പായിട്ടാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, അതിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒന്നും വരില്ല. ഓക്കെ, അത് പ്രത്യേകം, അല്ലെങ്കിൽ ഡൈഗ്ലിസറൈഡ്, മോണോഗ്ലിസറൈഡ് ഒന്നും വരില്ല. അല്ലാത്ത പേര് പറഞ്ഞ മോളിക്യൂളൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ 2 എണ്ണത്തിലേക്കാണ് പെടുത്തിയേക്കുന്നത്. ഒന്ന് ടെർപീൻസ് ആണ്, 2 എയ്ക്കോസെനോയിഡ്സ് ആണ്. എയ്ക്കോസെനോയിഡ്സിന് പേര് വരുമ്പോൾ തന്നെ നമുക്കറിയാം 20 കാർബൺ എന്നുള്ളത്. ഓക്കെ, സോ ടെർപീൻസ് എന്താണ്, എയ്ക്കോസെനോയിഡ്സ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. But terpenes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐസോപ്രിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, they are large and diverse groups of naturally occurring organic compounds derived from isoprene molecule, and the isoprene polymers are called terpenes. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഐസോപ്രീൻ മോളിക്യൂളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തത് ഐസോപ്രീനിന്റെ പോളിമേഴ്സ്, അതിനെയാണ് നമ്മൾ ടെർപീൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഐസോപ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ 5 കാർബൺ മോളിക്യൂൾ. അതിന്റെ കെമിക്കൽ പേര് എന്ന് പറയുന്നത് എന്താണ്? 2-methyl-1,3-butadiene ആണ്. ഓക്കെ, ആൻഡ് ആക്ച്വലി ദേ ആർ ഫോംഡ് ബൈ ദി കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം എ ആണ്. കണ്ടൻസേഷൻ എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഹൈഡ്രോലൈറ്റിക് പ്രോഡക്റ്റ് ഓഫ് ദി ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡിന്റെ ഡൈജഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അസറ്റൈൽ കോഎൻസൈം എ. നിങ്ങൾ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിൽ ഗ്ലൈക്കോലൈസിസ് നടന്ന് ക്രബ് സൈക്കിളിലേക്ക് മോളിക്യൂൾ എൻട്രി ചെയ്യുമ്പോൾ, പൈറുവേറ്റ് എൻട്രി ചെയ്യുമ്പോൾ അത് എൻട്രി ചെയ്യുന്നത് അസറ്റൈൽ കോഎൻസൈം എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ഓക്കെ, അപ്പം ആ മോളിക്യൂളിനെ കണ്ടൻസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു 5 കാർബൺ മോളിക്യൂൾ ആണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അതിന്റെ കെമിക്കൽ നെയിം 2-methyl-1,3-butadiene ആണ്. ഓക്കെ, അപ്പം ഈ ഐസോപ്രീനിന്റെ പോളിമേഴ്സിനെയാണ് നമ്മൾ ഐസോപ്രിനോയിഡ്സ് എന്നോ അല്ലെങ്കിൽ ടെർപീൻസ് എന്നോ വിളിക്കുന്നത്. അപ്പൊ 5 കാർബണിന്റെ മോളിക്യൂൾസ് ഒരുപാടെണ്ണം കമ്പൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എന്തായി? ദേ ആർ ലാർജ് നാച്ചുറലി ഒക്കറിംഗ് മോളിക്യൂൾ. Okay, the isoprenoids include sterols,
bile acid, steroid hormones, fat-soluble vitamins, and various pigments like beta carotene, etc. ഇതൊക്കെ ഐസോപ്രിനോയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇതിൽ സ്റ്റിറോൾ ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കൊളസ്റ്റിറോൾ എന്ന് പറയുന്ന മോളിക്യൂൾ, സ്റ്റിറോൾ കാറ്റഗറിയാണ്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ പേര് എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെക്കണം, എല്ലാ പേരും ഓർമ്മയിൽ ഉണ്ടാവണം. So when we are focusing on the sterol, examples of sterols are stigmasterol in plants, ergosterol in yeast, and cholesterol in animals. സ്റ്റീറോൾസിന്റെ എക്സാമ്പിൾ പഠിക്കാം. ഐസോപ്രിനോയിഡ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഒരുപാടെണ്ണം പഠിച്ചു. അതിൽ സ്റ്റിറോളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റിറോൾസിന്റെ എക്സാമ്പിൾ പ്ലാന്റ്സിന്റെ കേസിൽ സ്റ്റിഗ്മാസ്റ്റീറോള്, ഈസ്റ്റിന്റെ കേസിൽ എർഗോസ്റ്റിറോള്, ആനിമൽസിന്റെ കേസിൽ കൊളസ്റ്റിറോൾ. ഇനി നമ്മൾ കൊളസ്ട്രോളിന്റെ ഡീറ്റെയിൽ സ്റ്റഡി അടുത്ത വീഡിയോയിൽ പറയും. നൗ വി ആർ ജസ്റ്റ് മൂവിംഗ് ടു ദി സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി എയ്ക്കോസനോയിഡ്സ്. ഓക്കെ, എയ്ക്കോസനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ പേര് തന്നെ എന്തുണ്ട്, 20 കാർബൺ എന്നുള്ള ഒരു വാക്കുണ്ട്. സോ ദേ ആർ ക്ലാസ് ഓഫ് മോളിക്യൂൾസ് ഡെറിവേറ്റൈസ്ഡ് ഫ്രം എയ്ക്കോസ, 20 കാർബൺ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ പോളിഇനോയിക് ഫാറ്റി ആസിഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ലിപ്പിഡ് മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എയ്ക്കോസനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ഫ്രീക്വന്റ്ലി അരാക്കിഡോണിക് ആസിഡ്, ഞാൻ നേരത്തെ പ്രോസ്റ്റാഗ്ലാൻഡിൻ, നമ്മൾ നേരത്തെ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അരാക്കിഡോണിക് ആസിഡിൽ നിന്നാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നത് ഓർമ്മയിലുണ്ടാവും വിചാരിക്കുന്നു. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ C20:4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 കാർബൺ ഫാറ്റി ആസിഡ് വിത്ത് 4 ലെവൽ ഓഫ് അൺസാച്ചുറേഷൻ, എന്ന് വെച്ചാൽ 4 കാർബണിന് എന്തുണ്ട്, അൺസാച്ചുറേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കാർബണുകൾക്കിടയിൽ അൺസാച്ചുറേഷൻ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് 4 എന്നുള്ള ഒരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഫാറ്റി ആസിഡ്, ലിനോലെയിക് ആസിഡ് ആണ്, ഒരു അനദർ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ നിന്ന്. ഓക്കെ, അപ്പം ഇതിനെയാണ് എയ്ക്കോസനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ക്ലാസ് ഓഫ് മോളിക്യൂൾസ് ഡെറിവേറ്റൈസ്ഡ് ഫ്രം എയ്ക്കോസ പോളിഇനോയിക് ആസിഡ് and most frequently arachidonic acid. Now the Eicosa polyenoic fatty acids comprise prostanoids, leukotrienes and lipoxin. അതിൽ പ്രോസ്റ്റനോയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ, പ്രോസ്റ്റനോയിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, പ്രോസ്റ്റസൈക്ലിൻസ് ആൻഡ് ത്രോംബോക്സൈൻസ്. അതിൽ നമ്മൾ സിലബസ് പ്രകാരം പഠിക്കുന്നത് ഇതിനെ കുറിച്ചാണ്, പ്രോസ്റ്റാഗ്ലാൻഡിനെ കുറിച്ചായിരിക്കും. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഐസോപ്രിനോയിഡ്സ് പറഞ്ഞപ്പോൾ സ്റ്റിറോൾസ് ഒരു കമ്പോണന്റ് ആയിരുന്നു. സ്റ്റിറോൾസിൽ 3 സ്റ്റിറോയിഡ് പഠിച്ചു നമ്മൾ. അതിൽ ഒരു കമ്പോണന്റ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ. അതേപോലെ എയ്ക്കോസനോയിഡ്സിന്റെ കേസിൽ ഇങ്ങനെ പ്രോസ്റ്റനോയിഡ്സ് ഉണ്ട്, ല്യൂക്കോട്രയൻസസ് ഉണ്ട്, ലിപ്പോക്സിൻസ് ഉണ്ട്. അപ്പം അതിൽ പ്രോസ്റ്റനോയിഡ്സ് ആണ് നമ്മൾ പറയുന്നത്. പ്രോസ്റ്റനോയിഡ്സ് തന്നെ 3 ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ഒന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്, രണ്ടാമത്തത് പ്രോസ്റ്റസൈക്ലിൻ ആണ്, ആൻഡ് മൂന്നാമത്തത് ത്രോംബോക്സൈൻ ആണ്. അതിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിറൈവ്ഡ് ലിപ്പിഡിന്റെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. എയ്ക്കോസനോയിഡ്സിന്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ദേ ആർ ആക്ച്വലി ഹോർമോൺസ് ലൈക്ക് ആൻഡ് ദേ ക്യാൻ ആക്ച്വലി ബൈൻഡ് ടു ജി പ്രോട്ടീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേയിൽ സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു റിസപ്റ്ററുമായിട്ട് കപ്പിൾ ചെയ്തേക്കുന്ന ഒരു മോളിക്യൂളാണ് ജി പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ദേ ക്യാൻ ആക്ച്വലി കപ്പിൾ വിത്ത് ജി പ്രോട്ടീൻ and it will be mediating intracellular effect of cyclic AMP. Intracellular സെല്ലിന്റെ അകത്ത് സൈക്ലിക് AMPന്റെ ഇൻഫ്ലുവൻസ് ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന എയ്ക്കോസനോയിഡ്സ് ജി പ്രോട്ടീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. So they are very unstable substance that decomposes within minutes of formation, and they will be known as the local mediators or local hormones. They are synthesized locally, they act on locally. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരാക്രൈൻ ഫംഗ്ഷൻ ഉള്ളതാണ്, എൻഡോക്രൈൻ ഫംഗ്ഷൻ അല്ല, മറിച്ച് ഒരു പാരാക്രൈൻ ആക്ടിവിറ്റി ഉള്ളതാണ്. എന്താ പാരാക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, തൊട്ടടുത്ത സെല്ലിലേക്ക് ഇത് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പാരാക്രൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പാരാക്രൈൻ ആക്ടിവിറ്റിയുള്ള ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിനെ ലോക്കൽ ഹോർമോൺസ് എന്ന് വിളിക്കുന്നത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോസിൽ ഇത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോക്കൽ ഹോർമോൺ എന്നുള്ളത്. Okay, so they will not be synthesizing at one point and transporting through the blood. Rather, they will be synthesizing at the site of action itself. So it will have a paracrine activity. Okay, so that's about eicosanoids and terpenoids or isoprenoids.
Okay, terpenes and isoprenoids. Now we will be moving to the next video. In the sense, it will be discussing the sterol cholesterol, and in the next video we will be discussing the eicosanoids, prostaglandin. Okay, we will be meeting there.